മുമ്പിലും ഏത് പതനത്തിന്റെ മുമ്പിലും ഏത് അസ്വസ്ഥതയ്ക്ക് മുമ്പിലും ഏത് പോരാട്ടത്തിന്റെ മുമ്പിലും പ്രാർത്ഥിക്കുന്നവനെ ഉറപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഒന്നുണ്ട്, ഒരേ ഒരു ആയുധമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കൈവശമിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ യേശു തമ്പുരാന്റെ തിരുവചനമാണ്. ഇന്ന് രാത്രി ഇത് കേട്ടാരാധിക്കാൻ മഹാഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ആരാധന ദൈവത്തിന് നന്ദി പറയുകയാണ്. സ്തോത്രം, സ്തോത്രം. രണ്ടുപേരും പ്രസംഗിക്കും. പ്രസംഗം എതിർ ക്രിസ്തുവിനെതിരെയും ദൈവവചനത്തിനെതിരെ പോരാടുന്ന ദുഷ്ടശക്തിക്കെതിരെയും പോരാടിയപ്പോൾ ആഴത്തിൽ കയറി വരുന്ന പൈശാചിക ശക്തിയുള്ള ആ സ്തോത്ര ആത്മാവ് അവരെ കൊന്നുകളഞ്ഞു. 3.5 വർഷമുള്ള ശവം ദിവസം യെരൂശലേമിന്റെ തെരുവീതിയിൽ കിടക്കും. അവരെ അടക്കാൻ ആരും സമ്മതിക്കില്ല. അടങ്ങിരിക്കുമ്പോൾ 3.5 ദിവസം തികയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പകർന്ന് ജീവൻ തിരികെ കൊടുത്തിട്ട് അവർ യെരൂശലേമിന്റെ തെരുവീതിയിൽ എഴുന്നേറ്റ് നിൽക്കും വീണ്ടും. സ്തോത്രം. ഇത് കാണുമ്പോൾ ലോകങ്ങൾ ഭയപ്പെട്ടു പോകും. അവർ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തു കൊള്ളപ്പെടും. അപ്പോൾ ആ പിടിച്ചിൽപ്പെട്ട ആ കൊടുത്ത ദൈവവചനത്തിന്റെ ശക്തി എന്തിനാണെന്നറിയണ്ടേ? ഈ 3.5 വർഷമായപ്പോ 2 പേരെ കൊണ്ട് വചനം പ്രസംഗിച്ചത്. ഇനിയും ഒരു 3.5 വർഷം കൂടെ കിടക്കുന്നു. കഴിഞ്ഞതിനേക്കാൾ ശക്തിയുള്ള പോരാട്ടം വരുന്ന 3.5 വർഷം. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ ഒരു കഷ്ടപ്പാടുടെ തമ്പുരാൻ ലോകം പിശാച് നിനക്ക് തന്നാലും അതിനെ അതിജീവിക്കാനും ദൈവത്തിന്റെ കൃപ നിന്റെ മേലുണ്ട്. ഉറപ്പുള്ളവർ മാത്രം കരപിടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഇതുവരെ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച പെരുമതികളും കഷ്ടപ്പാടുകളും രോഗങ്ങളും ദുഃഖങ്ങളും നീ ജയിച്ചു. ഇനി അതിനേക്കാൾ വലുതൊന്ന് നിന്റെ ജീവിതത്തിൽ ഉണ്ടായാലും അതിനെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവം ശക്തിയോടെ പെയ്തിറങ്ങുന്ന ഒരു രാത്രിയാകട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവനെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ ആ 2ാം പകുതിക്ക് ലഭിച്ച ദൈവവചനത്തിന്റെ ശക്തി കൊണ്ട് 2ാമത്തെ പകുതിയെ കൂടെ അതിജീവിക്കണം. അങ്ങനെ വരുമ്പോൾ സ്വന്തം മുദ്ര കൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരും. മുദ്ര ഏൽക്കാത്ത വിൽക്കാനോ വാങ്ങുവാനോ കഴിയില്ല. ഞാൻ മഹാപീഠനത്തെ വിസ്തരിക്കുന്നില്ല. എനിക്ക് വിസ്തരിക്കേണ്ടത് 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച്. അതുകൊണ്ട് ഇത് തൊട്ടങ്ങ് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 1000 ആണ്ട് വാഴ്ച അവസാനിക്കാറാകുമ്പോ സ്തോത്രം, ഈ മഹാപീഠനം അവസാനിക്കാറാകുമ്പോൾ ഇസ്രായേലിനെ മുഴുവനും അന്നവരെ സഹായിച്ചവർ, ആ സാക്ഷികളുടെ ശബ്ദം കേട്ട് ജീവിതം ക്രമപ്പെടുത്തിയവർ, പീഡ സഹിച്ചിട്ടും വിഗ്രഹത്തെ ആരാധിക്കാത്തവർ, അവരെ ആശ്വസിപ്പിച്ച് ഉറപ്പിച്ച് ബലപ്പെടുത്താൻ നോക്കിക്കോളേ. മറ്റ് 2 ദൂതരെ സുവിശേഷവുമായിട്ട് ദൈവം അയച്ചു. ഇങ്ങനെയാ വായിക്കുന്നത്. അനന്തരം ഞാൻ സ്വർഗത്തിൽ ഒരു കാഴ്ച കണ്ടു. ശക്തനായ ഒരു ദൂതൻ സർവ്വജാതിയോടും ലോകത്തോടും ഭാഷയോടും സംസാരിക്കാൻ അവന്റെ കയ്യിൽ നിത്യ സുവിശേഷമുണ്ടായിരുന്നു. പറഞ്ഞത് മനസ്സിലായോ? ഭൂലോക ചരിത്രത്തിലെ അവസാനത്തെ സുവിശേഷ പ്രസംഗം അതാ. സ്വത്രം പറഞ്ഞേ. അവസാനത്തെ സുവിശേഷ പ്രസംഗം നടക്കുക. ദൂതൻ കൃപയുടെ സുവിശേഷം ആരംഭിച്ചതും ദൂതനാ അല്ലേ? ആണോ? ഉപദേശിയൊന്നുമല്ല. കൃപയുടെ സുവിശേഷം ആരംഭിച്ചത് ദൂതനാ. പുതിയ നിയമ കാലഘട്ടത്തിൽ ആദ്യത്തെ സുവിശേഷം അറിയിച്ചത് ഗബ്രിയേലാവെന്ന് പറഞ്ഞത്. ആരോടാ പറഞ്ഞത്? വിവാഹം കഴിക്കാത്തൊരു പെൺകുട്ടിയോട് പറഞ്ഞു, കൃപ നിറഞ്ഞവളേ നിനക്ക് വന്ദനം. കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം. അവിടെ ആരംഭിച്ച ദൂത് സ്തോത്രം ഓരോരുത്തരും മാറി മാറി മാറി. യോഹന്നാൻ പ്രസംഗിച്ചു, യേശു പ്രസംഗിച്ചു, പത്രോസ് പ്രസംഗിച്ചു, 70 പേര് പ്രസംഗിച്ചു, 120 പ്രസംഗിച്ച് 2025 4ാമത്തെ മാസത്തിന്റെ ഈ 3ാമത്തെ രാത്രി ഞാനിൽ നിന്ന് പ്രസംഗിക്കുക. ഈ ദൈവദാസന്മാരും പ്രസംഗിക്കുന്നു. എന്നാൽ ഈ പ്രസംഗത്തിന്റെ പരമ്പര അവസാനിക്കുന്നത് മഹാപീഡനത്തിന്റെ അവസാനത്തിൽ നോക്കിക്കേ. നിലത്ത് നിന്ന് പ്രസംഗിച്ചവരെ തല്ലി കൊന്നുകളഞ്ഞപ്പോൾ സ്വത്രം നിലം തൊടാതെ പ്രസംഗിക്കുന്ന ദൂതനെ ദൈവം അയച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് എനിക്ക് സന്തോഷമുള്ള ഒരു വാർത്തയുണ്ട്, സന്തോഷമുണ്ട്. ലോകത്തിലെ പ്രപഞ്ചത്തിലെ ഒരു ശക്തിയും സുവിശേഷത്തിന്റെ വ്യാപനത്തെ തടയാൻ കഴിയില്ല എന്നുള്ളതാണ്.
മനസ്സിലായ ദൈവമക്കൾ കരങ്ങളിൽ ഒരു സ്തോത്രം പറ. പ്രപഞ്ചത്തിലെ രാഷ്ട്രീയത്തിലോ ഈസത്തിലോ മതത്തിലോ മതപരിവർത്തനത്തിലോ ഒന്നും സത്യസുവിശേഷത്തിന് തടയിടാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയാവോ? അതിന്റെ ഉടമസ്ഥൻ യേശു കർത്താവാണ്. ഈ സുവിശേഷം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3:15 സുവിശേഷം ആരംഭിക്കുന്നത്. ആദ്യത്തെ സുവിശേഷം അവിടെയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്